ഹായ് എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് ഈ ചാനൽ പരിചയമുണ്ടാവില്ലേ? എല്ലാ ക്വിസ് വീഡിയോയിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫസ്റ്റ് കിട്ടി, സെക്കൻഡ് കിട്ടി, അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് എഴുതിയെടുത്ത് പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇന്ന് നമുക്ക് ഇനി 4ാം ക്ലാസ്സിലെ മലയാളം പഠിക്കാം. LSSന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കാട്ടോ. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. നമുക്ക് LSSനൊക്കെ നന്നായിട്ട് മാർക്ക് വാങ്ങണം. LSS എന്താണെന്നൊക്കെ ചില രക്ഷിതാക്കളും മക്കളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു സ്കോളർഷിപ്പ് എക്സാമാണ്. ഞാൻ നിങ്ങൾക്ക് LSSനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ നൽകാം കേട്ടോ. എന്താണ് LSS എന്നൊക്കെ. നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളവും എഴുതാനും വായിക്കാനും അറിയോ? എന്നാൽ നിങ്ങൾക്ക് LSS കിട്ടിയിരിക്കും. നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് LSSന് വരാൻ സാധ്യതയുള്ള ഓരോ വിഷയത്തിൻ്റെയും ഓരോ യൂണിറ്റിനനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യനും ആൻസറും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നിങ്ങളതിനനുസരിച്ച് പഠിക്കുക, എഴുതിയെടുത്ത് പഠിക്കുക. ഇന്ന് നമുക്ക് വെണ്ണക്കണ്ണൻ എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ, പഠന പ്രവർത്തനങ്ങൾ നോക്കാം. കൃഷ്ണഗാഥ എഴുതിയിട്ടുള്ളത് ചെറുശ്ശേരിയാണല്ലേ. അപ്പോൾ നിങ്ങളിതൊന്ന് ഓർത്ത് വെക്കണം, ഇതൊന്ന് വായിച്ച് വെക്കണം. നമുക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതാനുണ്ടെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫ് കവിയെക്കുറിച്ചാണ് എഴുതേണ്ടത്. ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം കേട്ടോ. പ്രാചീന കവയത്രിയിൽ ഉൾപ്പെട്ട ചെറുശ്ശേരിയുടെ ജീവിതകാലം 1475-നും 1575-നും ഇടയിലാണെന്ന് കരുതപ്പെടുന്നു. ഉത്തര കേരളത്തിലെ കാനത്തൂർ ഗ്രാമത്തിലെ ചെറുശ്ശേരി ഇല്ലത്ത് ജനിച്ചു എന്നാണ് വിശ്വാസം. കോലത്തു നാട്ടിലെ ഉദയവർമ്മ രാജൻ്റെ സദസ്യനായിരുന്നു. രാജാവിൻ്റെ ആജ്ഞപ്രകാരം എഴുതിയതാണ് കൃഷ്ണഗാഥ. കൃഷ്ണപ്പാട്ട് എന്നും ഈ കൃതിക്ക് പേരുണ്ട്. കവി പരിചയം കഴിഞ്ഞു. ഇനി പറയാം, എഴുതാം. വെണ്ണ ലഭിക്കാൻ കണ്ണൻ എന്തൊക്കെ ന്യായങ്ങളാണ് അമ്മയോട് പറയുന്നത്? അമ്മ കുളിച്ചു വരുന്നത് വരെ താൻ പാൽവെണ്ണ കാത്തു സൂക്ഷിച്ചു. ഒരു കൈയിൽ മാത്രം വെണ്ണ വെക്കുമ്പോൾ മറ്റേ കൈ സങ്കടപ്പെടും. കയ്യിലുണ്ടായിരുന്ന വെണ്ണ കള്ളനായ കാക്ക വന്ന് കൊണ്ടുപോയി. ന്യായങ്ങളൊക്കെയാണ് കണ്ണൻ അമ്മയോട് പറഞ്ഞത്. അടുത്ത ചോദ്യം, വെണ്ണ കിട്ടിയപ്പോൾ കണ്ണൻ എന്താണ് ചെയ്തത്? ഒരു കയ്യിൽ വെണ്ണ കിട്ടിയപ്പോൾ മറ്റേ കയ്യിലും വെണ്ണ വേണമെന്ന് പറഞ്ഞു. വെണ്ണ വായിലിട്ട് കാക്ക കൊണ്ടുപോയി എന്നും പറഞ്ഞു. അടുത്ത ചോദ്യം, വെണ്ണിലാവോലുന്ന തിങ്കൾ പോലെ കണ്ണൻ്റെ മുഖം തിളങ്ങാൻ കാരണമെന്ത്? കണ്ണൻ്റെ 2 കൈയിലും അമ്മ വെണ്ണ വെച്ച് കൊടുത്തപ്പോഴുള്ള സന്തോഷം കൊണ്ടാണ് നല്ല നിലാവുള്ള ചന്ദ്രനെ പോലെ കണ്ണൻ്റെ മുഖം തിളങ്ങിയത്. വരികൾ കണ്ടെത്താം. കയ്യിലെ വെണ്ണ കാക്ക കൊണ്ടുപോയി. കള്ളനായുള്ളൊരു കാകതൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി. കണ്ണൻ കള്ളം പറഞ്ഞിട്ടും അമ്മ വീണ്ടും വെണ്ണ നൽകുന്നു. ഏതാണ് വരി? വൈകാത വണ്ണാമ കൈതവ പൈതൽത്തൻ കൈകളിൽ 2ലും വെണ്ണ വെച്ചാൾ. അർത്ഥം കണ്ടെത്താം. താഴെ കൊടുത്ത പദങ്ങളുടെ അർത്ഥം അർത്ഥസൂചിക നോക്കി കണ്ടെത്താം. സ്നാനം, കുളി, ആർത്തൻ, ദുഃഖിതൻ, ആഗമിക്കുക, വരിക, തിങ്കൾ, ചന്ദ്രൻ, അഞ്ചിതം, മനോഹരം, തൂമ, ഭംഗി, ആനനം, മുഖം, കാകൻ, കാക്ക, അമ്മ, മാതാവ്, പൈതൽ, കുഞ്ഞ്, പയ്യവേ, മെല്ലെ, ചൊല്ലുക, പറയുക. അടുത്തത്, അടിവരയിട്ട പദത്തിനു പകരം അതേ അർത്ഥമുള്ള മറ്റൊരു പദം ചേർത്തെഴുതുക. അടിവരയിട്ടിട്ടുള്ളത് കാകൻ, തിങ്കൾ, കേഴും പോലെ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാ? ഒന്നാമത്തെ എന്താണ്? കള്ളനായുള്ള കാകൻ, കള്ളനായുള്ള കാക്ക. അടുത്തത് വെണ്ണിലാവോലുന്ന തിങ്കൾ, വെണ്ണിലാവോലുന്ന ചന്ദ്രൻ. അടുത്തത് ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ. അതിന് കേഴും പോലെ എന്നുള്ളത് കരയും പോലെ. നെക്സ്റ്റ്, മാതൃക പോലെ മാറ്റി എഴുതുക. ആഗമിപ്പോളവും, ആഗമിക്കുന്നതുവരെ. ഇനി അടുത്തത്, ഏതുമേ താരാതെ, ഒന്നും തരാതെ. കേഴും പോലെ, കരയും പോലെ. അടുത്തത്, സമാനാർത്ഥമുള്ള പദങ്ങൾ കണ്ടെത്താം. മുഖം, ആനനം, വദനം, ഹാസ്യം, നിലാവ്, ചന്ദ്രിക, കൗമുദി, പുഞ്ചിരി, മന്ദഹാസം, മന്ദസ്മിതം, കൈ, കരം, പാണി, അമ്മ, മാതാവ്, തായ, പാൽ, ക്ഷീരം, പയസ്. ആവർത്തനത്തിൻ്റെ ഭംഗി കണ്ടെത്തി ആസ്വദിക്കാം. വെണ്ണയെ കൊണ്ടൊരു കണ്ണൻ താനും നേരം വെണ്ണിലാവഞ്ചി ചിരിച്ചു ചൊന്നാൽ പോലെ അക്ഷരങ്ങൾ ആവർത്തിക്കുന്ന വരികൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി ചൊല്ലി രസിക്കാം. ആവർത്തിച്ച് വരുന്ന അക്ഷരങ്ങളും വാക്കുകളൊക്കെ നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ അതിൽ 2ാമത്തെ പാരഗ്രാഫായിട്ട് എഴുതണം. ഇത് കവിതയ്ക്ക് ശബ്ദഭംഗിയും താളഭംഗിയും ഒക്കെ നൽകും. വൈകാതെ വണ്ണാമ കൈതവ പൈതൽത്തൻ കൈകളിൽ 2ലും വെണ്ണ വച്ചാൾ. വൈ, കൈ,
പൈ എന്നൊക്കെ ആവർത്തിക്കുന്നുണ്ട് അല്ലേ. ഈ കവിതയിൽ തന്നെ വെണ്ണ കുറേ ആവർത്തിക്കുന്നുണ്ടല്ലോ. ഒരു വരി കണ്ടെത്തി എഴുതണം കേട്ടോ. ഒരേ ഈണം ഒരേ താളം. വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയ സാഹിത്യമഞ്ജരി എന്ന കവിതയിൽ നിന്നെടുത്ത കുറച്ച് വരികളാണ് തന്നിട്ടുള്ളത്. ഈ കവിതയിലെ വരികളും വെണ്ണക്കണ്ണൻ എന്ന കവിതയിലെ വരികളും ചൊല്ലി നോക്കൂ. ഈണം സമാനമല്ലേ? ആവു വിഷപ്പില്ലേ കാച്ചിയ പാലിതാ തൂവെള്ളിക്കിണ്ണത്തിൽ തേൻ കുഴമ്പും. സ്നാനവും ചെയ്തു നീയാകമിപ്പോളവും പാലിച്ചേനല്ലോ ഈ പാൽവെണ്ണ ഞാൻ. രണ്ട് കവിതകളും ഒരേ ഈണത്തിൽ അല്ലേ സമാനമായിട്ട് ചൊല്ലാൻ കഴിയുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടെന്നറിയോ? ഈ രണ്ട് കവിതകളും മഞ്ചരി വൃത്തത്തിൽ എഴുതിയതാണ്. ഈ കവിതകളുടെ പ്രത്യേകത എന്നാൽ ആദ്യത്തെ വരിയിൽ 12 അക്ഷരങ്ങളും രണ്ടാമത്തെ വരിയിൽ 10 അക്ഷരങ്ങളുമാണ് ഉണ്ടാവുക. രണ്ട് കവിതയുടെയും അക്ഷരങ്ങൾ തുല്യമാണ്. രണ്ടും മഞ്ചരി വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത്. അതാണ് ഒരേ ഈണത്തിലും താളത്തിലും പാടാൻ കഴിയുന്നത്. ഓക്കെ മക്കളെ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എക്സാമിനൊക്കെ നന്നായിട്ട് മാർക്ക് വാങ്ങുക. അടുത്ത ക്ലാസ്സുമായിട്ട് ഉടൻ വരാം. നമ്മുടെ ബ്രെയിൻ ടെക്കിൻ്റെ വാട്സപ്പ് ചാനൽ ലിങ്ക് ഉണ്ട് LSSന് വേണ്ടിയിട്ടുള്ളത്. അതിലെല്ലാവരും ജോയിൻ ചെയ്യുക.